കൊല്ലത്ത് കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ അഗ്നിരക്ഷാ സേനാ ഉദ്യോഗസ്ഥനുൾപ്പെടെ 3 പേരാണ് മരിച്ചത്. കൊല്ലം നെടുവത്തൂരിനടുത്തുള്ള ആനക്കൊട്ടൂരിലാണ് സംഭവം ഉണ്ടായത്. ഇന്നലെ അർദ്ധരാത്രിയിൽ, അതായത് ഇന്ന് പുലർച്ചെ 12 മണിയോടുകൂടിയായിരുന്നു സംഭവം ഉണ്ടായത്. എൻ്റെ തൊട്ടടുത്തുള്ള ഈ കിണറ്റിലായിരുന്നു ആദ്യം അർച്ചന എന്ന യുവതി കിണറ്റിലേക്ക് ചാടുന്നത്. ഒപ്പം തന്നെ അർച്ചനയുടെ സുഹൃത്തും ഇവിടെ ഉണ്ടായിരുന്നു. കുട്ടികൾ ഓടിയെത്തി നാട്ടുകാരുടെ വിവരം അറിയിക്കുകയും നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തുകയും ഫയർഫോഴ്സിൽ സോണി എസ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള 5 അംഗ സംഘം ഇവിടെ എത്തി വേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ച് കിണറ്റിലേക്ക് ഇറങ്ങി അർച്ചനയെ ഉയർത്തുന്നതിനിടയിലാണ് ഇവിടെ ഉണ്ടായിരുന്ന അർച്ചനയുടെ സുഹൃത്ത് മദ്യലഹരിയിലായിരുന്നു. ഈ സുഹൃത്തുണ്ടായ ശിവകൃഷ്ണൻ എന്ന സുഹൃത്ത് ഈ മദ്യലഹരിയിൽ ഈ തൂണിൽ ബലം കൊടുക്കുകയും വീണ്ടും തൂണ് പൊട്ടി താഴേക്ക് പതിക്കുകയും അങ്ങനെ 3 പേർക്കും പരിക്കേറ്റു. അതായത് സോണി എസ് കുമാറിന് ഗുരുതരമായി പരിക്കേൽക്കും. സോണി എസ് കുമാർ ആ സമയത്ത് റോപ്പിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു. ഒപ്പം തന്നെ ഈ അർച്ചന താഴേക്ക് പതിക്കും, ശിവയും ഒപ്പം താഴേക്ക് പതിക്കുന്ന സാഹചര്യങ്ങളുണ്ടായി. പിന്നീട് ഇവരെ ഉയർത്തുന്നതിന് ഏകദേശം 4 മണിക്കൂർ സമയം എടുക്കേണ്ടി വന്നു എന്നാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം പറയുന്നത്. 4 മണിക്കൂർ പരിശ്രമത്തിനൊടുവിലാണ് ഇവരെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞത്. ഈ സമയത്ത് സോണിയെ, അതായത് ഫയർഫോഴ്സ് കൊട്ടാരക്കര ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായ സോണിയെ അപ്പോൾ തന്നെ ഉയർത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ സാധിച്ചില്ല. തലയ്ക്ക് അതിഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ കാണുന്നത് സോണിയുടെ ബൂട്ടാണ്. ഒപ്പം ഈ കാണുന്ന കല്ലുകൾ, ഈ തൂണ് ഇവിടെ വെള്ളം കോരുന്നതിന് ഉപയോഗിക്കുന്ന കപ്പി ഉപയോഗിച്ചത് തൂണാണ്. ഈ തൂണിന് മുകളിലായിരുന്നു ഈ റോപ്പ് കെട്ടി കിണറ്റിലേക്ക് ഇറങ്ങിയത്. അങ്ങനെ ഈ തൂണിടിഞ്ഞാണ് ഇവർ വീണ്ടും രണ്ടാമത് അപകടം സംഭവിക്കുകയും ചെയ്തത്. ഇന്നലെ പകൽ സമയം മുഴുവൻ ശിവകൃഷ്ണയും ഇവിടെ ഇരുന്ന് മദ്യപിച്ചിരുന്നു. ഇതിനെ അർച്ചന എതിർക്കുകയും ചെയ്തു. അങ്ങനെ അർച്ചന മദ്യക്കുപ്പി എടുത്ത് ഒളിപ്പിച്ചു വെച്ചു. അത് വലിയ തോതിൽ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്നു. അർച്ചനയെ ശിവകൃഷ്ണൻ മർദ്ദിക്കുകയും ചെയ്തു. അത് അർച്ചന തന്നെ മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും ചെയ്തു. ആ ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്തു. അർച്ചനയുടെ മകൾ പറഞ്ഞത് അമ്മയെ മർദ്ദിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് മകളടക്കം പറഞ്ഞത്. അങ്ങനെ മദ്യക്കുപ്പി ഒളിപ്പിച്ചു വെച്ച ഒരു ദേഷ്യത്തിനാണ് ഇപ്പോൾ ഈ ശിവകൃഷ്ണൻ അർച്ചനയെ മർദ്ദിച്ചതും ഒപ്പം അർച്ചന കിണറ്റിലേക്ക് ചാടുകയും ചെയ്തത്. ഈ രക്ഷാപ്രവർത്തനത്തിനിടയിലാണ് ഈ 3 മരണവും സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഇവരുടെ മൃതദേഹം ഇപ്പോൾ, അതായത് ശിവകൃഷ്ണൻ്റെ മൃതദേഹം ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലും അർച്ചനയുടെ മൃതദേഹം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലുമാണ്. ഈ സോണിയുടെ മൃതദേഹത്ത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം, അതിനുശേഷം കൊട്ടാരക്കര ഫയർ സ്റ്റേഷനിൽ പൊതുദർശനമുണ്ടാകും. പിന്നീടായിരിക്കും ആറ്റിങ്ങലിലേക്ക് കൊണ്ടുപോവുക. അവിടെ പൊതുദർശനത്തിന് ശേഷം സംസ്കാരം നടക്കും. മറ്റൊരു കാര്യം, ഈ ശിവകൃഷ്ണൻ തൃശ്ശൂർ സ്വദേശിയാണ്. ശിവകൃഷ്ണൻ്റെ ബന്ധുക്കളെല്ലാം തന്നെ എത്തുന്നുള്ളൂ. അതിനുശേഷമായിരിക്കും ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികൾ ഉണ്ടാകുക. എന്തായാലും സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളതായി ശാസ്താംകോട്ട ഡിവൈഎസ്പി GB മനോജ് അടക്കം പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇവർ വിവാഹിതരാണോ, മറ്റു കാര്യങ്ങളെല്ലാം കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ട് എന്നും ഡിവൈഎസ്പി അറിയിച്ചിട്ടുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് സബൂ താഹിറിന് പുറപ്പെട്ട ദിലീപ് ദേശിയ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.